നമസ്കാരം. നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ചേഞ്ചസ് ഇൻ ദ ബജറ്റ് സെറ്റ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽസ് ഡിപ്പെൻഡ്സ് ഓൺ two factors: prices of the two goods and the income of the consumer. The budget set changes if either of the two, the prices of the two goods or the income of the consumer changes. Suppose the income of the consumer changes from M to M dash. The prices of the two goods remain unchanged. Then the equation of the budget line is like this. എങ്ങനെയായിരിക്കും? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. നമുക്കറിയാം ബജറ്റ് ലൈൻ്റെ ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M എന്നാണ്. നമ്മളിവിടെ ഇൻകം ചേഞ്ച് ചെയ്തപ്പോഴുള്ള ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. എം എഴുതിയിട്ട് മേളിൽ ഒരു ചെറിയ ഡാഷ്. എന്താണ് എം ഡാഷ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ചേഞ്ച് ഇൻ ഇൻകം. എം എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമറാണ്. അതിൽ ഉണ്ടായ മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വേഷനിൽ എമ്മിൻ്റെ വലത്ത് സൈഡിൽ എന്ത് കൊടുത്തു? ഒരു ഡാഷ് കൊടുത്തു, എം ഡാഷ്. ദിസ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടേൺ ലൈക്ക് ദിസ്. നമ്മുടെ രണ്ടാമത്തെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, x2 ഈസ് ഇക്വൽ ടു M/P2 മൈനസ് P1/P2 x1 എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരും. എന്താണ് വരുന്ന ചേഞ്ച്? x2 ഈസ് ഇക്വൽ ടു M ഡാഷ് ബൈ P2 മൈനസ് P1/P2 x1. അപ്പോൾ അവിടെ ചേഞ്ച് വന്ന വാല്യൂ എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഇൻകമാണ്. അതിനെ സൂചിപ്പിക്കുന്ന നൊട്ടേഷനാണ് എം എന്ന് പറയുന്നത്. ആ എമ്മിലാണ് നമ്മൾ എന്ത് കൊടുത്തത്? ചേഞ്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡാഷ് കൂടെ കൊടുത്തു. വലത്ത് സൈഡ് മേളിലായിട്ടൊരു ചെറിയ ഡാഷ് കൊടുത്തു, എം ഡാഷ്. കൺസ്യൂമറുടെ ഇൻകം ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. We can show the change in income using a figure. Please see this figure. See, ഇതൊരു ബജറ്റ് ലൈൻ ആണ്. ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ആക്സിസിൽ മാംഗോസ് മെഷർ ചെയ്തിരിക്കുന്നു. ഹൊറിസോണ്ടൽ ആക്സിസിൽ ബനാനാസ്. ബജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ചേഞ്ച് ചെയ്യുന്നു. നേരത്തെ 20 രൂപ ഉണ്ടായിരുന്ന കൺസ്യൂമറുടെ കയ്യിൽ ഇപ്പോൾ 15 രൂപയേ ഉള്ളൂ വരുമാനം. അങ്ങനെയാണെങ്കിൽ നേരത്തെ 20 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന അത്രയും സാധനം വാങ്ങാൻ കൺസ്യൂമറിന് കഴിയില്ല. ഇപ്പോൾ 3 യൂണിറ്റ് മാത്രമേ വാങ്ങാൻ കഴിയൂ. 5 രൂപ വെച്ച് മാംഗോസ് ആണെങ്കിൽ 3 യൂണിറ്റ് വാങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ 15 രൂപ തീരും. ബനാനയാണേലും 3 യൂണിറ്റേ വാങ്ങാൻ കഴിയുള്ളൂ. നേരത്തെ 20 രൂപ ഇൻകം ഉണ്ടായിരുന്നപ്പോൾ 4 യൂണിറ്റ് വീതം വാങ്ങിക്കൊണ്ടിരുന്ന കൺസ്യൂമറാണ്. അപ്പോൾ ഇവിടെ ബജറ്റ് ലൈൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്, പുതിയ ബജറ്റ് ലൈൻ്റെ പേരെന്ന് പറയുന്നത് P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. ഇനി വലത്ത് സൈഡിൽ നോക്കുക. ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ഗ്രാഫിലാണ് കാണിക്കുന്നത്. കൺസ്യൂമറുടെ ഇൻകം 30 രൂപയെ വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 രൂപ വെച്ച് എത്ര കിലോ മാങ്ങ വാങ്ങാൻ പറ്റും കൺസ്യൂമർക്ക്? 6 കിലോ അല്ലേ? അപ്പോൾ അതാണ് M/P2 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. 30 രൂപയുണ്ട്, 5 രൂപ വെച്ച് എത്ര കിലോ ബനാന വാങ്ങാൻ പറ്റും? 6 കിലോ അല്ലേ? അപ്പം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യുന്നു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് പുതിയ ബജറ്റ് ലൈൻ. വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത ബജറ്റ് ലൈൻ ഇതാണ്. ഇവിടെ സംഭവിച്ചത് കൺസ്യൂമറുടെ വരുമാനം കൂടുകയാണ്. 20 രൂപയിൽ നിന്ന് കൺസ്യൂമറുടെ വരുമാനം 30 രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. പുതിയ ബജറ്റ് ലൈനിൻ്റെ ഇന്റർസെപ്റ്റുകൾ എന്ന് പറയുന്നത് M dash by P2 vertical intercept
എം ഡാഷ് ബൈ P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ബജറ്റ് ലൈൻ പാരലൽ ആയിട്ട് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പാരലൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ. അതിന് കാരണം എന്ന് പറയുന്നത് an increase in consumers income. Consumers income has increased from rupees 20 to 30 എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളിപ്പോൾ ഈ ഡയഗ്രാം, ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. പാനൽ A shows parallel inward shift of the budget line because of a decrease in consumers income. Panel B shows a parallel outward shift of the budget line. The reason is an increase in consumers income from 20 to 30. ഈ രണ്ട് ഗ്രാഫുകളും കാണിക്കുന്നത് ചേഞ്ചസ് ഇൻ ദ സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് റിസൾട്ടിംഗ് ഫ്രം ചേഞ്ചസ് ഇൻ ദ കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ബജറ്റ് ലൈൻ ഇടത്തോട്ടും വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. വരയ്ക്കാൻ അറിയണം. A decrease in income causes a leftward shift of the budget line. ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം കോസസ് എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ. അതേപോലെ തന്നെ ഇൻകം കൂടിയാൽ കൺസ്യൂമറുടെ ബജറ്റ് ലൈൻ വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബജറ്റ് ലൈൻ വരയ്ക്കുമ്പം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരയ്ക്കുന്നത്. വി മാർക്ക് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം 20 ഇൻകം ഉള്ള കൺസ്യൂമറിനെയാണ് നമ്മൾ ഇതുവരെ അസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. 20 രൂപ ഇൻകമായിട്ടുള്ള കൺസ്യൂമർ 2 സാധനങ്ങളാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞു, ബനാനാസ് ആൻഡ് മാംഗോസ്. ബനാനയുടെ വില 5 രൂപ, മാംഗോയുടെ വില 5 രൂപ. അങ്ങനെയാണെങ്കിൽ 20 രൂപ വിലയുള്ളപ്പോൾ എത്ര യൂണിറ്റ് മാക്സിമം കൺസ്യൂമർക്ക് വാങ്ങാൻ പറ്റും? ബനാന 20 ഡിവൈഡഡ് ബൈ 5, അതാണ് ബനാന 1 കിലോയുടെ വില. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന 20/5 എന്ന് പറയുന്നത് 4 യൂണിറ്റാണ്. 4 യൂണിറ്റ്. അതേപോലെ തന്നെയാണ് 4 യൂണിറ്റ് തന്നെയാണ് മാംഗോയും വാങ്ങുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പോൾ സംഭവിക്കുന്ന കൺസ്യൂമറുടെ ഇൻകം കൂടി എന്ന് വിചാരിക്കുക, 30 രൂപയായിട്ട് കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ബനാന കൺസ്യൂമറിന് വാങ്ങാൻ പറ്റും? ബനാനയുടെയും മാംഗോയുടെയും പ്രൈസിൽ മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ വാങ്ങാൻ പറ്റും? 30 ഡിവൈഡഡ് ബൈ 5. 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. Now the consumer can buy 6 units. Now the consumer can buy 6 units of bananas. 30 by 5 is equal to 6. അതുകൊണ്ട് 6 യൂണിറ്റ്സ് ആണ് കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുന്നത്. 6 യൂണിറ്റ്സ് ഓഫ് ബനാന. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ 6ൻ്റെ അവിടെ ആയിരിക്കും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6 യൂണിറ്റ്സിൻ്റെ അവിടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയായിരിക്കും അല്ലെങ്കിൽ ലൈനായിരിക്കും പുതിയ ബജറ്റ് ലൈൻ. പുതിയ ബജറ്റ് ലൈൻ്റെ പേരെന്താണ് നമ്മൾ കൊടുക്കുക? P1x1 plus P2x2 is equal to M dash. Now suppose the price of good 1 changes. Good 1 എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ബനാന. Now suppose the price of bananas changes. ബനാനയുടെ വില ചേഞ്ച് ചെയ്യുന്നു. There is no change in the price of mangoes. Also there is no change in the income of the consumer. കൺസ്യൂമറുടെ വരുമാനത്തിലും മാറ്റമില്ല, രണ്ടാമത്തെ സാധനമായ മാംഗോയുടെ വിലയിലും മാറ്റമില്ല. ഇവിടെ ബനാനയുടെ വില മാത്രം ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബജറ്റ് ലൈനിന് എന്ത് മാറ്റമാണ് വരുന്നത്? അറ്റ് ദ ന്യൂ പ്രൈസ് ഓഫ് ഗുഡ് 1, അറ്റ് ദ ന്യൂ പ്രൈസ് ഓഫ് ബനാനാസ്, ദ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ടു ബൈ ഓൾ ബണ്ടിൽസ് x1 x2 such that P1 dash x1 plus P2 x2 is less than or equal to M. കൺസ്യൂമറുടെ ഇൻകത്തിൽ കുറവായിരിക്കണം അല്ലെങ്കിൽ ഇൻകത്തിന് തുല്യമായിരിക്കണം നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങളുടെ ചിലവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ആ കണ്ടീഷന് വിധേയമായിട്ട്, അത് ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് കൺസ്യൂമർ എത്ര സാധനം വാങ്ങാൻ പറ്റുമോ അത്രയും സാധനവും വാങ്ങാൻ കഴിയുന്നതാണ്. ദിസ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് x2 is equal to M by P2 minus P1 dash by P2 x1. ഇവിടെ ഡാഷ് വരുന്നത് എവിടെയാണ്? പ്രൈസ് ഓഫ് ഗുഡ് 1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. ബനാനയുടെ പ്രൈസാണ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് ഓഫ് ഗുഡ് 1 P1-നാണ് ഡാഷ് വരുന്നത്. എമ്മിന് ഡാഷ് ഇല്ല, കാരണം ഇവിടെ ഇൻകം ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻകം പഴയ ഇൻകം തന്നെ.
P2 മാറ്റമില്ല, P2 ഡാഷില്ല, കാരണം രണ്ടാമത്തെ സാധനമായ മാംഗോയുടെ വിലയിൽ മാറ്റമില്ല, അതുകൊണ്ട് P2 ഡാഷില്ല. പിന്നെ എവിടെയാണ് ഡാഷ് വന്നത്? P1 ഡാഷ്, ബിക്കോസ് ദ പ്രൈസ് ഓഫ് ബനാനാസ് ചേഞ്ച്ഡ്. This can also be shown using a diagram. See the diagram. ഇവിടെ നമുക്കറിയാം ഡയഗ്രത്തിൽ എവിടെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിലാണ്. ഈ നമ്മുടെ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലാണ്. ബനാനയുടെ വില കൂടിയാൽ ബജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ബജറ്റ് ലൈൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബനാനയുടെ വില കൂടിയാൽ നമുക്ക് കുറച്ച് ബനാന മാത്രമേ വാങ്ങാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ബനാനയുടെ അളവ് കുറയും. അതുകൊണ്ട് ബജറ്റ് ലൈൻ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ ആക്സിസിൽ ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം ബനാനയുടെ വില കുറഞ്ഞാൽ കൂടുതൽ ബനാന വാങ്ങാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും ഹൊറിസോണ്ടൽ ആക്സിസിൽ ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. വെർട്ടിക്കൽ ആക്സിസിന് യാതൊരു മാറ്റവും ഇല്ല, കാരണം P2 പ്രൈസ് ഓഫ് ഗുഡ് 2 അല്ലെങ്കിൽ മാംഗോസിൻ്റെ വിലയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, an increase in the price of bananas makes the budget line steeper. ഇതേപോലെ തന്നെ കൺസ്യൂമറുടെ ഇൻകത്തിൽ മാറ്റമില്ല, ബനാനയുടെ വിലയിൽ മാറ്റമില്ല, മാംഗോസിൻ്റെ വില മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമുണ്ടാകും? ഏത് ആക്സിസിലായിരിക്കും മാറ്റം സംഭവിക്കുന്നത്? മാംഗോയുടെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ഏത് ആക്സിസിലാണ്? വെർട്ടിക്കൽ ആക്സിസിലാണ്. അതുകൊണ്ട് വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും ഇതേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് മാംഗോസ് വെൻ ദ പ്രൈസ് ഓഫ് ബനാനാസ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് അൺചേഞ്ച്ഡ് വിൽ ബ്രിങ് അബൌട്ട് സിമിലർ ചേഞ്ചസ് ഇൻ ദ ബജറ്റ് സെറ്റ് ഓഫ് ദ കൺസ്യൂമർ. ഇതേപോലെയുള്ള ചേഞ്ചസ് തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നടക്കും. കൺസ്യൂമറുടെ ഇൻകത്തിൽ മാറ്റമില്ല, ഒന്നാമത്തെ ആദ്യം വാങ്ങുന്ന സാധനമായ ബനാനയുടെ പ്രൈസിൽ മാറ്റമില്ല, രണ്ടാമത് വാങ്ങുന്ന സാധനമായ മാംഗോയുടെ പ്രൈസിൽ മാത്രമാണ് മാറ്റമുള്ളതെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും ഇതേപോലെയുള്ള ചേഞ്ചസ് വരുന്നത്.